നവകേരള സദസ് യാത്രയെ വിമർശിച്ചുകൊണ്ട് അതിനെതിരായി UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു കുറ്റവിചാരണ സദസ് പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ അതിൻ്റെ വാർത്തകളൊന്നും കാര്യമായിട്ട് ആരും കണ്ടു കേട്ടുമില്ലല്ലോ. കുറ്റവിചാരണ സദസ്, അതായത് പിണറായി സർക്കാരിനെ വിചാരണ ചെയ്യുന്ന കുറ്റവിചാരണ സദസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനൗൺസ് ചെയ്തിട്ട് ചില സ്ഥലങ്ങളിൽ നടത്തി നോക്കി. പാതി കസേരകളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല. കോൺഗ്രസ്സുകാർ പോലും എല്ലാവരും ആ സദസ്സുകളിലേക്ക് ഈ വിചാരണ സദസ്സുകളിലേക്ക് പോയില്ല. ഇത് ക്ലച്ച് പിടിക്കില്ല എന്ന് ഇത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പതുക്കെ അതിൽ നിന്ന് അങ്ങ് ഊരി, പിന്നെ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. അപ്പം നവകേരള സദസ്സിൻ്റെ യാത്രയുടെ വാർത്തകൾ പിന്നെ അങ്ങനെ ഇതിലെ പൊലിമയിൽ ഇതെല്ലാവരും മറന്നു. ഈ കുറ്റവിചാരണ സദസ്സിനെ പറ്റി ആൾക്കാർ മറന്നു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് അങ്കലാപ്പായി. ഇതല്ലേ സംഭവിച്ചത്? ഈ കുറ്റവിചാരണ സദസ്സിൽ ലീഗ് തിരിഞ്ഞു നോക്കിയതേയില്ല. അതായത് UDFൻ്റെ ഘടകകക്ഷികൾ തന്നെ അതിനോട് കാര്യമായി സഹകരിച്ചില്ല. കോൺഗ്രസിലെ തന്നെ നല്ലൊരു വിഭാഗം അതിൽ നിന്ന് വിട്ടുനിന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പലരും, പ്രാദേശിക ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ പലതും നവകേരള സദസ്സിലേക്ക് എത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. പല വാർത്തകൾ നമ്മൾ കണ്ടതാണ്, ചില നേതാക്കൾ ഉൾപ്പെടെ. അപ്പോൾ ഇനി എന്താ വഴി? ജനശ്രദ്ധ കിട്ടാൻ നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അവസാന കൈയായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയില്ലെങ്കിൽ ഇതൊരു തേരോട്ടം പോലും നവകേരള സദസ്സ് അങ്ങ് വൻ വിജയമായിട്ടങ്ങ് പോകും. അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ശരിക്കും ഈ പ്രതിപക്ഷത്തെ ഒന്ന് അനലൈസ് ചെയ്താൽ ഈ ഒരു സീക്വൻസാണ് ഞങ്ങൾ പറയുന്നത്. അവർ പ്രഖ്യാപിച്ച ബദൽ സമരം പരാജയപ്പെട്ടു. ബദൽ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവിചാരണ സദസ്സ്, പിണറായി ഗവൺമെൻറ്റിനെ കുറ്റവിചാരണ ചെയ്യുക, അത് പൊളിഞ്ഞ് ഒരു വഴിക്കായി. പിന്നെന്താ ചെയ്യാൻ പറ്റുക? പിന്നെ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇവിടെ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഇപ്പം ഈ ഒരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ പിന്നെ അക്രമത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. ഇത് വളരെ ആലോചിച്ചെടുത്ത സുനിൽ കനുകുലു ബുദ്ധിയായിരിക്കാം. ഈ കുറ്റവിചാരണ സദസ്സ് കനുകുലു ബുദ്ധിയായിരിക്കാം. അത് തേഞ്ഞു മാഞ്ഞു പോയി, പരാജയപ്പെട്ടു. പിന്നെ അടുത്ത വഴിയാണ്, എന്നാൽ പിന്നെ ശ്രദ്ധ കിട്ടാൻ മറ്റു തന്ത്രങ്ങൾ പരീക്ഷിക്കുക. അപ്പോൾ അതിലേക്കുള്ള ആലോചനകളായി. ഇതിലൊന്നും ഘടകകക്ഷികളായ ലീഗിനോ അല്ലെ മറ്റ് ഘടകകക്ഷികൾക്കോ കാര്യമായ ഒരു റോളുമില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി പരാജയപ്പെട്ടപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടാനും ജനശ്രദ്ധ കിട്ടാനും അക്രമത്തിലേക്ക് തിരിയുക എന്ന ഒരു ഓപ്ഷനിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ് ഉണ്ടായത്. ഇതവർക്ക് സംഭവിച്ച ദുരന്തമാണ്. അപ്പോൾ വേറൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ അക്രമത്തിലേക്ക് തിരിയുക, അക്രമം നടത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, ഒരു രക്തസാക്ഷിയെ എങ്കിലും കിട്ടുമെന്ന് നോക്കുക. അതിനുവേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് ഈ യാത്രയിലുടനീളം, നവകേരള സദസ് യാത്രയിലുടനീളം ഉണ്ടായത്, അല്ലെ കോൺഗ്രസ് കാണിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാം. ഏറ്റവും വലിയ തമാശ, ഈ നവകേരള സദസ്സിനെ എതിരെ പ്രതിഷേധിക്കാനോ തടയാനോ ഞങ്ങളില്ല എന്ന് ആദ്യം പറഞ്ഞവരാണ് കേരളത്തിലെ UDF. അതായത് ഈ കല്ലെറിയാനോ അക്രമം നടത്താനോ കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഔദ്യോഗിക തീരുമാനവും ഇല്ലാതെയാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കുറ്റവിചാരണ സദസ്സൊക്കെ പാളിപ്പോയപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും അവരെ മുന്നിൽ നിർത്തിയിട്ട് ബസ്സിന് ഷൂസ് എറിയുക, മറ്റ് മുമ്പിൽ അപ്രതീക്ഷിതമായിട്ട് ബസ്സിന് മുമ്പിൽ ചാടുക, ഒരു രക്തസാക്ഷിയെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന ലെവലിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയത്. അതും പരാജയപ്പെട്ടു പോയി. അക്രമങ്ങളുണ്ടായി. പോലീസ് ആദ്യമൊക്കെ സമരം പാലിച്ചു. പക്ഷേ പോലീസിന് നിരന്തരം ഏറ് കിട്ടുമ്പോൾ, ചില വീഡിയോയിൽ നമ്മൾ നോക്കിയാൽ മതി, അവിടെ ലൈവ് കാണാം, പോലീസിനെ നിരന്തരം മെറ്റിലൊക്കെ പറക്കി എറിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പോലീസ് പ്രതികരിക്കും. അപ്പോൾ പോലീസ് ചില എക്സസ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാം, സ്വാഭാവികമാണ്. പിന്നെ അതേ പിടിച്ച് അടുത്ത കാര്യം പറയുക, പോലീസ് നരനായാട്ട് നടത്തുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്?
പിന്നെ DYFIക്കാർ വണ്ടിയിൽ ചെന്ന് തല്ലി. അതൊരു സ്വാഭാവിക പ്രതികരണമായിട്ട് നമ്മൾ കാണുക. നമ്മൾ ആ അക്രമത്തെ ന്യായീകരിക്കുകയല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രയ്ക്ക് നേരെ ഇങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപനമില്ലാതെ ഇങ്ങനെ ആക്രമണം അഴിച്ചിടുമ്പോൾ രാഷ്ട്രീയമല്ലേ, ഇടതുപക്ഷത്തുള്ളവർ അല്ലെ CPM-ലുള്ളവർ അല്ലെ SFIയിലോ DYFIയിലോ ഒക്കെ ഉള്ളവരൊക്കെ രംഗത്ത് വന്നിരിക്കും. അവർ ആക്രമണം ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അത് സ്വാഭാവികമായ പ്രതികരണമാണ്, റെസ്പോൺസാണത്. ഇറ്റ് ഈസ് നോട്ട് റിയാക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കണം. റിയാക്ഷനും റെസ്പോൺസും രണ്ടാണ്. റിയാക്ഷൻ ഈസ് നെഗറ്റീവ്. ഒരു പ്രശ്നത്തോട് നമ്മൾ വളരെ അങ്ങ് അതിരുകെട്ട് മോശമായിട്ട് പെരുമാറുമ്പോൾ അത് പിന്നെ റിയാക്ഷനാണ്. റെസ്പോൺസ് എന്ന് പറയുന്നത് ഒന്നിനെ നേരിടുന്നതാണ്. കുറെ കൂടെ പാറ്റീമായിട്ട് അതിനെ തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ വന്നു? ആരാണ് ഇതിനെ ആദ്യ ആക്രമണത്തിലേക്ക് കൊണ്ടുവിട്ടത്? ഈ യാത്രയെ തടയാൻ വേണ്ടി. ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ഇതാണ്. അപ്പോൾ ഇത് ഒരു ശ്രമവും വിജയിച്ചില്ല. അവസാനം ലാസ്റ്റ് ദിവസം, സദസ്സ് തീരുന്ന ദിവസം DGP ഓഫീസ് മാർച്ച് വെച്ചത് തന്നെ ആക്രമണം നടത്താനാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പോയി പ്രസംഗിച്ചു. അവിടുത്തെ രാഷ്ട്രീയ മര്യാദകൾ നമ്മൾ നോക്കണം. ആദ്യം KPC പ്രസിഡന്റ് K. സുധാകരൻ പ്രസംഗിച്ച് തീരുന്നു. അടുത്ത ഊഴം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഊഴം. സതീശൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോഴേക്കും ഈ പ്രവർത്തകർ അക്രമാസക്തരാകുകയാണ്. പോലീസിനോട് കയർക്കുകയാണ്. പോലീസ് ബാരിക്കേഡിലേക്ക് തള്ളുകയാണ്. അപ്പം തങ്ങളുടെ നേതാവ് പ്രസംഗിച്ച് തീരാൻ പോലും അവർ കാത്തു നിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ല അവിടെ വലുത്, ഞങ്ങൾക്കതൊന്നും വിഷയമല്ല, ഞങ്ങൾ അക്രമം ഉണ്ടാക്കാൻ വന്നതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം തീരാതെ അത് കേട്ടു നിന്നിട്ടല്ലേ നല്ല ഈ അച്ചടക്കമുള്ള പ്രവർത്തകർ പിന്നെ അടുത്ത കാര്യത്തിലേക്ക് കടക്കുള്ളൂ. ഇവിടെ എന്താ DGP ഓഫീസിനുമേ നടന്നത്? എന്താണ് ദൃശ്യങ്ങളിൽ ഇത് വളരെ വ്യക്തമാണ്. അപ്പം ഇത് കരുതിക്കൂട്ടി നടത്തിയതാണ് കലാശക്കൊട്ട്. അത് കലാശക്കൊട്ടായിട്ട് തന്നെ അങ്ങ് തീർന്നു. കിട്ടേണ്ടവർക്കെല്ലാം കിട്ടി. ചോദിച്ച് വാങ്ങുക എന്ന് പറയില്ല, അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങുക. മര്യാദയ്ക്ക് ഇരിക്കേണ്ടതില്ലേ? നിങ്ങളുടെ എല്ലാ സ്ട്രാറ്റജിയും പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് VD സതീശൻ്റെ പരാജയപ്പെട്ടു. നിങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞ VD സതീശൻ തികച്ചും പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവാണ്. രമേശ് ചെന്നിത്തല എത്രയോ ഭേദമായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ